യജൂജ് മജൂജിൽ ഞാൻ പോർട്ടലുകളെ കുറിച്ചൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. കേൾക്കാത്തവർ കേൾക്കണം. ആ പ്രഭാഷണം വീണ്ടും കേൾക്കണം. പോർട്ടലുകളെ കുറിച്ച് പ്രഭാഷണം നടത്തിയ ഒരു പുതിയ വാതിൽ തുറന്നതാണ്. ആ വാതിൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇപ്പോൾ ഇവിടെ വേറെ കൂട്ടരുണ്ടാവും. ഇപ്പോൾ ഇവിടെ വേറെ കൂട്ടരുണ്ടാവും. അവർക്ക് വേറെ ലോകം, വേറെ അറ്റ്മോസ്ഫിയർ ഒക്കെ വേറെ ആയിരിക്കും. ഇവിടെ തന്നെ ഉണ്ടാവും ഒരു കൂട്ടർ, അതിൻ്റെ മേലെ വേറെ കൂട്ടരുണ്ടാവാം, അല്ലാഹു അഅലം. ഏഴാകാശം വാനം ഒക്കെ തുറന്നോവർ. ഇപ്പൊ തുറന്നു നടക്കും. എന്താ തുറക്കണം? അട്ടിയായ ലോകങ്ങളുണ്ട്. ആ ലോകങ്ങളിലേക്ക് തുറക്കാം. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയിലൊക്കെ തുറന്നു കൊടുക്കുക, കാര്യങ്ങൾ കാണുക. ഈ മനുഷ്യനത് എന്നുണ്ടായി എന്ന ചോദ്യം വേണ്ട. ആലമുൽ അർവാഹിൽ അമീനാണ്. അമാനത്തെന്താ? ഒരു വ്യക്തിത്വത്തിന്റെ ലാഭമാണ് അമാനത്ത്. നിസ്കാരമല്ല. അമാനത്തുള്ളവരെ ഖുർആൻ ആക്ഷേപിച്ചില്ല, നിസ്കരിച്ചവരെ ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. ഫവൈലുൽ ലിൽ അമീനീൻ എന്ന ആയത്തില്ല, എന്നാൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന ആയത്ത് ഉണ്ട്. ബിഹാ ആരിഹറായിൻ ഖദ് അതതുഹു റിസാലത്തുൻ മിനല്ലാഹി മഹ്മാ ജാഅഹു മുതഅക്കിഫാ فجاء نذيرا داعيا ومبشرا وارشاد من قد كان قبله تعسفا وصلى وصام الصيف حجا مجاهدا وزكى وشاد الدين والكون ثقفا وجاهد فهرا عند بدر محمد صلى الله عليه وسلم وجبريل أو ميكال فيه تكشفا كذلك إسرافيل جاء مبارزا كذلك عزرائيل للحرب لففا ب5,000 أتوه بشارة وناصيره المولى البرايا وقد كفى أبو بكر العالي الإمام وسيدي أبو حفص الفاروق حبي من صفى وعثمان ذو النورين والصنو قد أتى علي أبو السبطين كالليث مسجفا وطلحة سعد والزبير سعيدهم ونجل لعوف ثم عامير من وفى فيا قبر جمع الكافرين جميعهم قد أرليتم المولى بنصرة مصطفى بكسركم الأصنام جبروا قلوبنا وشتم منار الحق على وأشرفا يا الله يا رحمن يا حي واهبي أقم بي أركانا لدينك ذا اقتفا رجي ورب البيت منك تداركا لقرني وأرجو الدهر منك تعطفا رجائي كبير واسع دون فضله يا رب فضلا منك لطفا تلطفا فلا راحة للعبد في غيرنا الفنيل مطالب وقفت بحر جود منيفا بجاه رسول الله حقق رجاءنا فنقفو لهم آثار صدق ونقتفى وجاههم عند الإله وجاه من أتى بعدهم في قفو آثار مقتفى عليه صلاة ربه حق قدره وآل وصحابهم ومن قد تحنفا بغار حراين ഹിറായിലെ ഗുഹയിൽ വെച്ച് ഖദ് അതതുഹു അവിടത്തേക്ക് എത്തിയല്ലോ റിസാലത്തുൻ അള്ളാഹുവിൻ്റെ റിസാലത്ത് എന്ന സമ്മാനം. മിനല്ലാഹി അള്ളാഹു എന്നുള്ള റിസാലത്ത് എന്ന സമ്മാനം അവിടത്തേക്കെത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂലായി സൃഷ്ടിച്ചതാണ്. പക്ഷേ ഭൗമമണ്ഡലത്തിൽ പുണ്യ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗമമണ്ഡലത്തേക്ക് ആവശ്യമായ ഇതിന്, പ്രബോധനത്തിന് പുറത്തിറങ്ങാനുള്ള ഇതിനാണ് ഇവിടെ റിസാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മുമ്പ് റസൂൽ അല്ല എന്നല്ല, മുമ്പ് നബിയല്ല എന്നുമല്ല. നബിയായപ്പോഴും റസൂലാണ്. റസൂലല്ലാത്തൊരു കാലം പുണ്യ റസൂലിന് ഇല്ല.
മത്താ കുൻത നബിയൻ, എന്നാണ് അങ്ങ് നബിയായത് എന്ന് ചോദിച്ചു. അങ്ങ് എന്നാണ് ഉണ്ടായത് എന്നല്ല, അങ്ങ് എന്നാണ് നബിയായത്. കാന ആദം ബൈനൽ മാഇ വത്തീൻ, ആദം മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിൽ കിടന്നപ്പോൾ പോലും എന്നാണ് മറുപടി പുണ്യ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗമമണ്ഡല പ്രപഞ്ചത്തിന് ഒരു റസൂലിനെയാണ് കൊടുത്തത്, അതാണ് മുഹമ്മദ്. മറ്റതെല്ലാം റസൂലാണ്, റസൂലിൻ്റെ റസൂലുകളാണ്, അല്ലാതെ നേരിട്ടല്ല. അവരെല്ലാം റസൂല, അവരെല്ലാം റസൂലാണ്, റസൂലിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയായി റിസാലത്തിനെ കിട്ടിയവരാണ് എല്ലാവരും. അപ്പോൾ അവർ റസൂലിൻ്റെ റസൂലുകളാണ്. റസൂൽ എന്നാൽ മുത്തലഖായ ഒരു റസൂലാണ്. റസൂലൻ റബ്ബന വബഅസ് ഫീഹിം റസൂലുൽ ഖൗമല്ല. ലോകത്തുള്ള എല്ലാ റസൂലുകളും റസൂലുൽ ഖൗമാണ്. എന്നാൽ മുത്തലഖ് റസൂൽ എന്നത് ഒരാൾ മാത്രമാണ്, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള എല്ലാ റസൂലുകളും റസൂലുൽ ഖൗമാണ്. വഇലാ ആദിൻ അഖാഹും ഹൂദൻ വഇലാ സമൂദ അഖാഹും സ്വാലിഹൻ വഇലാ മദിയന അഖാഹും ശുഐബൻ വഇലാ ആദിൻ അഖാഹും ഹൂദൻ. ആദി എന്ന ഗോത്രത്തിലേക്ക് അവരുടെ റസൂലായ ഹൂദിനെ അയച്ചു. ആദ് ഗോത്രത്തിലേക്ക് അവരുടെ ആളായ റസൂലിനെ അയച്ചു. അതാരാ? ഹൂദ്. വഇലാ ആദിൻ അഖാഹും ഹൂദൻ വഇലാ ആദിൻ അഖാഹും ഹൂദൻ. അപ്പൊ ഇർസാൽ അല്ലാഹു തആല ഇർസാൽ ചെയ്തത്, അയച്ചത് ഹൂദിനെ അയച്ചത് ആരിലേക്കാണ്? ആദിലേക്കാണ്. വഇലാ സമൂദ അഖാഹും സ്വാലിഹൻ. സമൂദിനെ അല്ലാഹു തആലയിലേക്ക് അല്ലാഹു അയച്ചു. ആരെ? സ്വാലിഹിനെ. ലോകത്തേക്കല്ല. വഇലാ സമൂദ വഇലാ ആദിൻ വഇലാ സമൂദ. സമൂദ് ഗോത്രത്തിലേക്ക് മാത്രം അയച്ചു. ആരെ? അതിനപ്പുറം ഡ്യൂട്ടി ഇല്ല. ഡ്യൂട്ടി ഇല്ല. ആർക്കില്ല? ഈ ഹൂദിനും ഇല്ല, ഈ സ്വാലിഹിനും ഇല്ല, ഒരു റസൂലിനും ഇല്ല. മത്തായി സുവിശേഷം 10-ാം ഖണ്ഡം. ഇസ്രായേലിന് പുറത്ത് ദാവീദ് പുത്രൻ യേശു യാത്ര ചെയ്യുകയായിരുന്നു. ഒരു സ്ത്രീ അലമുറയിട്ട് പിന്നാലെ വന്നു, കർത്താവേ, ദാവീദ് പുത്ര, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവോ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയി. അവൾ അലമുറയിട്ട് പിന്നാലെ വന്നാകെ അപ്പോസ്തലന്മാർ യേശുവോടായി പറഞ്ഞു, കർത്താവേ, ദാവീദ് പുത്ര, അവൾ അലമുറ ഇടുന്നത് അങ്ങ് കേൾക്കുന്നില്ലേ? അങ്ങ് അവളെ അനുഗ്രഹിച്ചാലും. കർത്താവോ ഇങ്ങനെ പ്രതിവചിച്ചു, ഇസ്രായേലിന് പുറത്ത് സുവിശേഷം പറയാൻ എന്നെ നിയോഗിച്ചിട്ടില്ല. മത്തായി സുവിശേഷം ന്യൂ ടെസ്റ്റ്മെൻ്റാണ്, ഓൾഡല്ല. മത്തായി സുവിശേഷം 10-ാം ഖണ്ഡം. ഇസ്രായേലിന് പുറത്ത് സുവിശേഷം പറയാൻ എന്നെ നിയോഗിച്ചിട്ടില്ല. ഇസ്രായേലിന് പുറത്ത് സുവിശേഷം പറയുന്നത് സ്വന്തം അപ്പം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെയാകുന്നു. മത്തായി സുവിശേഷം 10-ാം ഖണ്ഡം. ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അല്ല, ന്യൂ ടെസ്റ്റ്മെൻ്റാണ്. പുതിയ നിയമമാണ് ഈ വായിച്ചത്. അതായത് ഇസ്രായേലിന് പുറത്ത് എന്നെ നിയോഗിച്ചിട്ടില്ല. ഇസ്രായേലിന് പുറത്ത് സുവിശേഷം പറയുന്നത് സ്വന്തം അപ്പം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെയാകുന്നു. ഓർ സ്വന്തം മക്കളുടെ അപ്പം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെയാകുന്നു. എൻ്റെ ഓർമ്മയെന്ന് എടുത്തു പറയാം. ഏതായാലും വിഷയം മത്തായി സുവിശേഷത്തിലുണ്ട്. അതായത്
അവസാനം വന്ന റസൂലാണല്ലോ സയ്യിദുനാ ഈസ. ഈസയെ പോലും നിയോഗിച്ചത് 12 ഗോത്രത്തിലേക്കാണ്. 12 അപ്പോസ്റ്റൽസുമാണ്. അതുകൊണ്ടാണ് ജൂദാസ് ചതിച്ചപ്പോൾ മത്തിയോസിനെ കയറ്റിയത് 12. ചതിയനായ ജൂദാസിന് പകരം ഒരാളെ പുതിയതായി കയറ്റിയിട്ടുണ്ട് 12ലേക്ക്. അത് മത്തിയോസാണ്. ഒന്നാമത്തെ ശിഷ്യൻ പത്രോസ്, ഒന്നാമത്തെ അപ്പോസ്തലൻ പത്രോസ്, അവസാനത്തെ അപ്പോസ്തലൻ മത്തിയോസ്. ജൂദാസിനെ പുറത്താക്കി. നിങ്ങളിൽ ഒരാൾ നാളെ കോഴി കൂവുന്നതിന് മുമ്പ് എന്നെ ഒറ്റിക്കൊടുക്കൂ എന്ന് പറഞ്ഞു. അവൻ ആരാ? അവൻ ജൂദാസ്. പിൽക്കാലത്ത് മത്തിയോസിനെ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. 12. ഇതേ 12ലേക്കാണ് മൂസ. ഫഅർസിൽ മഅി ബനി ഇസ്രായീൽ, ഫഅർസിൽ മഅി ബനി ഇസ്രായീൽ. എൻ്റെ വല്ലിപ്പാട് മക്കളെ എൻ്റെ കൂടെ നീ അയച്ചു തരണം. ആര് പറഞ്ഞു? മൂസ പറഞ്ഞു. ആരോട്? ഫറോവയോട്. ഞാൻ അവരിലേക്കുള്ള ആളാണ്, അയച്ചു തരണം. അവരാരാ? 12 ഗോത്രങ്ങൾ. അപ്പൊ അവിടെയും 12, ഇവിടെയും 12. وإذ استسقى موسى لقومه فقلنا أن اضرب بعصاك الحجر فانفجرت منه 12 عينا. 12 ഉറവകൾ പൊട്ടി. അവരാരാ? 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങളിലേക്കാണ് ആരെ നിയോഗിച്ചത്? ആരെയും, ഇസ്രായേലിലെ എല്ലാവരെയും. അതിൽ ഒരാൾ മോസസ്, സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അതിൽ അവസാനം നിയോഗിതനാണ് യേശു. അവിടെയും 12. വഇലാ മദിയന അഖാഹും ശുഐബൻ. മദിയനിലേക്ക് മനസ്സിലാണ്ട് പറഞ്ഞത്. ന്യൂ ടെസ്റ്റ്മെന്റാണ് ഈ വായിച്ചതൊക്കെ. ഷുഐബിലേക്ക് വന്നു. ഷുഐബ് മനസ്സിലാവണില്ലേ? ആ ഏരിയകളൊക്കെ മുതിർന്ന വിദ്യാർത്ഥികൾ ബൈബിൾ നോക്കണം. ബൈബിൾ അവിടെയൊക്കെ എടുത്തു നോക്കണം. അതൊക്കെ പറഞ്ഞ് കേട്ടാൽ പോയാൽ ബൈബിൾ ഇവിടെ ഉണ്ട്, എൻ്റെ ഓഫീസിലുണ്ട്. ആ ഭാഗത്തൊക്കെ ബൈബിൾ എടുത്ത് നിങ്ങൾ മുതിർന്ന കുട്ടികൾ നോക്കണം. മത്തായി സുവിശേഷം 10-ാം ഖണ്ഡം. ഈ പറഞ്ഞൊക്കെ എങ്ങനെയാണ് കേട്ടു പോയാൽ പോരാ, അതവിടെ എടുത്തു നോക്കണം. വഇല മദിയന അഖാഹും ശുഐബൻ. ശുഐബിനെ അയച്ചത് മദിയൻ ഗോത്രത്തിലേക്ക്, മദിയനിലേക്ക്. ഇബ്രാഹിമിന് 13 മക്കളാണ് അലൈഹിസ്സലാം. അതിൽപ്പെട്ടൊരു മോനാണ് മദിയൻ. മനസ്സിലാവുന്നുണ്ട്? പറയാം. വേറെ ഉമ്മാക്ക് ഉമ്മയാണ്, വേറെ ഉമ്മയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരു ഉമ്മയാണ് ഹാജർ. ഹാജറിൻ്റെ മോനാണ് ആര്? ഇസ്മായിൽ. പിന്നെ ഒരു ഉമ്മയാണ് ആര്? സാറ. അവരുടെ മോനാണ് ഇസഹാക്ക്. പിന്നെയും ഭാര്യമാരുണ്ട്, അവർക്കൊക്കെ മക്കളുണ്ട്. അതിൽപ്പെട്ട ഒരു ഉമ്മയുടെ മോനാണ് മദിയൻ. ഈ മദിയൻ മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? ആ മദിയൻ ഏകദേശം മദിയൻ താമസിച്ചത് ഏകദേശം അഖബ കടലിടുക്കലിൻ്റെ മുകൾ ഭാഗം. തബൂക്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അഖബ ഉൾക്കടലിൻ്റെ മുകൾ ഭാഗത്താണ് മദിയൻ താമസിച്ചത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആ പ്രദേശം പിന്നെ മദിയൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ആ വർഗം, ആ ഗോത്രം പിന്നെ മദിയൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മദിയൻ്റെ പിൻഗാമികൾ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അവരെല്ലാം ഇബ്രാഹീമികളാണ്. അതായത് അടിസ്ഥാനപരമായി ഇവർ ആരെ മക്കളാണ്? ഇബ്രാഹിം നബിയുടെ മക്കളാണ്. ആ ഗോത്രത്തിലേക്ക് പിന്നെ നിയോഗിച്ചു ആരെ? ശുഐബിനെ അലൈഹിസ്സലാം. ശുഐബിന് അത്രയേ ഉള്ളൂ. വഇലാ മദിയന അഖാഹും ശുഐബൻ വഅർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. ഹിസ് ഓൺ ഗ്രൂപ്പ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജനത. വഅർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി വഅർസൽനാ ലൂതൻ ഇലാ ഖൗമിഹി. ഹിസ് ഓൺ ഗ്രൂപ്പ്, അവരുടെ സ്വന്തം ജനത. ഏതാണ് ഈ സാഹചര്യം കൂടി നിങ്ങൾ ഓർക്കണം. അന്ന് ജെറൂസലേമിലും പരിസരത്തും ഇബ്രാഹിം ഉണ്ട് അലൈഹിസ്സലാം. ലൂത്തിനെ സൊദൂമിലേക്ക് നിയോഗിക്കുന്ന സമയത്ത്
ലൂത്തിനെ സൊദൂമിലേക്ക് നിയോഗിക്കുന്ന സമയത്ത് അവിടെ ഈ 10 കിലോമീറ്റർ ഇപ്പുറം എയർവേയിൽ ഒരു 10 അല്ലെങ്കിൽ വരൂല, അല്ലെങ്കിൽ 10 പഹാഡ്സാണ്. ആ ഏരിയക്ക് ഭയങ്കര പഹാഡ്സ്. അപ്പം ഇങ്ങനെ തിരിഞ്ഞും പുറഞ്ഞും പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 28 കിലോമീറ്റർ അത്രേ വരൂ. ജെറൂസലേമിൽ നിന്ന് ഒരു 28 കിലോമീറ്റർ ഇങ്ങനെ പഹാഡ്സാണ്, ഇങ്ങനെ പോകണം. അപ്പോഴത്തേന് സൊദൂമിലെത്തും. സൊദൂമിലേക്കാണ് നിയോഗിച്ചത് ആരെ? ലൂത്തിനെ, തൻ്റെ സ്വന്തം ജനത. അല്ലാതെ യൂണിവേഴ്സൽ മെസ്സഞ്ചർ അല്ല. മനസ്സിലായില്ലേ? മെസ്സഞ്ചർ ഓഫ് ഹിസ് ഗ്രൂപ്പ്, സ്വന്തം ഗ്രൂപ്പിന്റെ മെസ്സഞ്ചറാണ്. അല്ലാതെ എന്തല്ല, ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചർ അല്ല. ആര്? ഇവരൊന്നും ആരും വഅർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി വഅർസൽനാ ലൂതൻ ഇലാ ഖൗമിഹി, ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചർ എന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സകല മണ്ഡലങ്ങളിലേക്കും. അതിനർത്ഥം പറഞ്ഞാൽ തീരൂല, ആ വാക്കിനർത്ഥം തീരൂല. എന്തുകൊണ്ട്? ആലമീനെ പിന്നെ നാം പരിചയപ്പെടുന്നത് റബ്ബിലേക്ക് ചേർത്തുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീനെ നമ്മൾ റബ്ബിൽ പരിചയപ്പെട്ടു, പിന്നെ റിസാലത്തിൽ പരിചയപ്പെടുന്നത് മുഹമ്മദിയത്തിലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ. റഹ്മത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥം മാറും. ഇവിടെ അതിനർത്ഥം നുബൂവത്ത്, വേറെയും അർത്ഥം വെക്കാം. ഇർസാൽ പറഞ്ഞതുകൊണ്ട് നുബൂവത്താണ് ഉദ്ദേശം എന്നാണ് പ്രമുഖ വ്യാഖ്യാനം. അശ്അരി ഷാഫിഈ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മഹുല്ലാഹ് 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഹദ്ദിസും മുഫസ്സിറും ഷാഫിഈ മദ്ഹബിലെ 25 പണ്ഡിതനും അശ്അരി ത്വരീഖത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സഈമും എല്ലാമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ തഫ്സീർ വന്നിരുന്നു 990കളിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ തഫ്സീറുകൾ അങ്ങനെ ചാനലുകൾ സംപ്രേഷണം ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ തഫ്സീർ പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ റഹ്മത്ത് എന്ന വാക്കിന് നുബുവത്ത് എന്നാണ് ഉദ്ദേശം എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. فضل. അതായത് യൂണിവേഴ്സിൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ലോകങ്ങൾ, നമ്മൾ അറിയപ്പെട്ട ലോകവും അറിയപ്പെടാത്ത ലോകവും, ആ അർത്ഥം. അതെ, അതാണല്ലോ ഒരു ആലം. ഒരു യൂണിവേഴ്സ് ആണ് എന്ത്? ഒരു ആലം. അറിയപ്പെടാത്തതും ഉണ്ടാവും, അതാണ് ആലമീന. അത് ബഹുവചന. ആലമും ആലമീനയും രണ്ടാണ്. ആലം ലോകം, ആലമീൻ ലോകങ്ങൾ. അപ്പൊ അറിയപ്പെട്ടതാണ് എന്ത്? അതെ. അതേ സമയത്ത് അറിയപ്പെട്ടത് മാത്രമല്ല, അറിയപ്പെടാത്തതും നമുക്കറിയൂല, നമുക്കറിയില്ല. നമുക്ക് അവിടേക്ക് വാതിൽ തുറന്നു കിട്ടിയില്ല. നാം പോർട്ടലുകളെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തിയല്ലോ. എന്താ പറയുക? പിന്നെ യജൂജ് മജൂജിൽ ഞാൻ പോർട്ടലുകളെ കുറിച്ചൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. കേൾക്കാത്തവർ കേട്ടിരിക്കണം, കേൾക്കാത്തവർ കേൾക്കണം. ആ പ്രഭാഷണം വീണ്ടും കേൾക്കണം. പോർട്ടലുകളെ കുറിച്ച് പ്രഭാഷണം നടത്തി അവർ പുതിയ വാതിൽ തുറന്നതാണ്. ആ വാതിൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇപ്പോൾ ഇവിടെ വേറൊരു കൂട്ടരുണ്ടാവും. ഇപ്പോൾ ഇവിടെ വേറൊരു കൂട്ടരുണ്ടാവും. അവർക്ക് വേറൊരു ലോകം, വേറെ അറ്റ്മോസ്ഫിയർ ഒക്കെ വേറെ ആയിരിക്കും. ഇവിടെ തന്നെ ഉണ്ടാവും ഒരു കൂട്ടർ, അതിൻ്റെ മേലെ വേറൊരു കൂട്ടരുണ്ടാവാം, അതിൻ്റെ മേലെ വേറൊരു കൂട്ടരുണ്ടാവാം. അല്ലാഹു ആലം. ഏഴാകാശം വാനം ഒക്കെ തുറന്നോവർ. അപ്പൊ തുറന്നു നടക്കണം. എന്തിനു തുറക്കണം?
അട്ടിയായ ലോകങ്ങളുണ്ട്. ആ ലോകങ്ങളിലേക്ക് തുറക്കുക. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയിലൊക്കെ തുറന്നു കൊടുക്കുക, കാര്യങ്ങൾ കാണുക. അതിൻ്റെ അപ്പുറം തുറക്കുക, എല്ലാം തുറന്നു കൊടുക്കുക. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വകദാലിക നുരി ഇബ്രാഹിമ മലക്കുത്ത് സമാവാത്ത്, ആകാശങ്ങളുടെ ലോകങ്ങൾ തുറന്നു കൊടുക്കുക. ബാബിലോണിയയിൽ സ്വന്തം വീട്ടിലിരുന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ജെറൂസലേമിൽ സ്വന്തം വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ ഹിബ്രോണിൽ സ്വന്തം വീട്ടിലിരുന്ന് കാണിച്ചു കൊടുക്കുക. സയ്യിദുന ഇബ്രാഹിമിന് അലൈഹിസ്സലാം അവർക്കതൊക്കെ കാണാൻ കഴിയും. റസൂൽ മുസ്തഫ അവിടെയൊക്കെ പോയി. പുണ്യ റസൂൽ അങ്ങോട്ട് പോയി, അവർ പോയില്ല. പുണ്യ റസൂലിൻ്റെ പ്രത്യേകത എന്താ? റസൂൽ അവിടത്തേക്കൊക്കെയുള്ള മെസ്സഞ്ചർ ആയതുകൊണ്ട് അവിടെ പോയി, അവിടെയെല്ലാം പോയി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞോണ്ട്, റസൂൽ എന്ന ആൾ റസൂലാണ്. ഒരു സൃഷ്ടിക്കും റസൂലാണ്. ഒരു സൃഷ്ടിയെ പഠിച്ചോ ആ സൃഷ്ടിക്കും റസൂലാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ എന്താ വേണ്ടത്? അതിന് ഓരോന്നിനും അതിനൊരു സമയമുണ്ട്. ഇന്നാലിന്ന സമയം മുതൽ ഇന്നാലിന്ന സമയം വരെ. ആ സമയം അതത്തുഹു റിസാലത്തും എന്ന് പറഞ്ഞാൽ നേരത്തെ റസൂൽ അല്ലായല്ല, എന്നും റസൂലാണ് മുഹമ്മദ് മുസ്തഫ. റസൂൽ ആയതുകൊണ്ട്, മുഹമ്മദ് എന്നാൽ റസൂൽ ആയതുകൊണ്ടാണ് മറ്റുള്ള മുർസലുകൾ റസൂലായത്. എന്തുകൊണ്ട്? ഈ നബിയിൽ നിന്നാണ് അവർക്കെല്ലാം കിട്ടിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ റിസാലത്ത് സൃഷ്ടിലോകത്ത് എന്നോ തുടങ്ങിയതാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. ഇവിടെ വന്നെ ഗാർ ഹിറയിൽ വെച്ചാണ് റസൂലായതെന്ന് വിചാരിക്കരുത്. അത് തെറ്റായ വായനയാണ്. റസൂൽ എന്നും റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ എന്നും കൃത്യമാണ്. റസൂൽ ജനിച്ചപ്പോഴേ റസൂലാണ്. റസൂൽ ഉമ്മാൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ റസൂലാണ്. അതായത് ജിബ്രീൽ വന്നപ്പോൾ തിരുത്തേണ്ട ഒരു കാര്യം റസൂലിന് ഉണ്ടായില്ല. എന്തുകൊണ്ട്? റസൂൽ കൃത്യമാണ്, നേരത്തെയും റസൂലാണ്. ജിബ്രീൽ വന്നിട്ട് തിരുത്തേണ്ട ഒന്നും ഉണ്ടായില്ല. ഈ ഖുർആൻ കിട്ടിയിട്ട് ഇത്രയും കാലമായിട്ട് 10-60 വയസ്സായിട്ട് നമുക്ക് കിട്ടാത്തതാണ് ഖുർആൻ വരുന്നതിന് മുമ്പ് റസൂലിന് കിട്ടിയത്. നമ്മളിപ്പോൾ 3 പ്രഭാഷണം നടത്തിയത് അമാനത്തിനെ പറ്റി. ഈ റമളാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ 3 പ്രസംഗം നടത്തിയിട്ടുണ്ട് അമാനത്തിനെ പറ്റി. അതായത് ഒരു മനുഷ്യന് കിട്ടാവുന്നതിൻ്റെ പരമാവധിയാണ് എന്ത്? അമാനത്ത്. ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു, അമാനത്തില്ലാത്തവന് ഈമാനില്ല എന്ന് പുണ്യ റസൂൽ. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഔട്ട്പുട്ട് ഓഫ് യുവർ ദീൻ. നിന്റെ ദീനിന്, നിന്റെ ആത്മാർത്ഥതക്ക് നിന്റെ ഔട്ട്പുട്ടാണ്, അതിൻ്റെ ശേഷിപ്പ്, അതിൻ്റെ ബാക്കി പത്രമാണ് എന്ത്? ഈമാൻ. ദി ഔട്ട്പുട്ട് ഓഫ് യുവർ ലൈഫ്, നിന്റെ ലൈഫിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയാം. നമ്മൾ മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കണമെന്ന് പറയുന്നത് അല്ലേ? പറകുട്ടി ഉറങ്ങരുത്. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് എന്താ? റബ്ബേ, മരിക്കുമ്പോൾ എനിക്ക് ഈമാൻ കിട്ടി മരിക്കണം. ഈമാൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? അമാനത്ത് ക്ലിയർ ആകണം. ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു. ശരി, ഈ ബാല്യക്കാരനെ മക്കക്കാർ മുഴുവൻ തമ്മാടികളായ മക്കക്കാർ പോലും അശേഷം ഒരാളില്ലാതെ എല്ലാവരും എന്തു പറഞ്ഞു? അൽ അമീൻ. ദി ഔട്ട്പുട്ട് ഓഫ് യുവർ ലൈഫ്, ഒരു മനുഷ്യൻ്റെ ലൈഫിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത്? അമാനത്ത്. ഇത് ഈ മനുഷ്യന് ഖുർആൻ വരുന്നതിനെ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ട്. കിട്ടിയെന്നല്ല, ഉണ്ട്. മനസ്സിലാവേണ്ട പറഞ്ഞത്. ഈ മനുഷ്യനത് എന്നുണ്ടായി എന്ന ചോദ്യം വേണ്ട. ആലമുൽ അർവാഹിൽ അമീനാണ്. അമാനത്ത് എന്താ? ഒരു വ്യക്തിത്വത്തിന്റെ ലാഭമാണ് അമാനത്ത്, നിസ്കാരമല്ല. അമാനത്തുള്ളവരെ ഖുർആൻ ആക്ഷേപിച്ചില്ല, നിസ്കരിച്ചവരെ ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. ഫവൈലുൽ ലിൽ അമീനീൻ എന്ന ആയത്തില്ല. എന്നാൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന ആയത്ത് ഉണ്ട്. എന്നാണ് അമീനാവുന്നത്? എന്ന ചോദ്യത്തിന് ഒരു അർത്ഥമില്ല. എന്നും അമീനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമാനത്താണല്ലോ ദീനിന്റെ ലാഭം. അപ്പോൾ ഈ മനുഷ്യൻ ദീൻ എന്നോണ്ട്. അപ്പോൾ ഒരു കാഫിർ, വിശ്വസ്തനായ കാഫിറിനോ
വിശ്വസ്തനായ കാഫിർ എത്ര വിശ്വസ്തനാണെങ്കിലും അമീനാവില്ല. അമാനത്ത് വേണ്ടത് ആരുടെ മേലാണ്? ഒന്നാമത്തെ അമാനത്ത് സ്വന്തം രക്ഷിതാവിനോടാണ്. ഒരു കാഫിറും ആരല്ല? ഉറക്കെ എവിടുന്ന? ഒരു കാഫിറും ആരല്ല? അമീനല്ല. ഒരു കാഫിറും സിദ്ദീഖല്ല. എന്തുകൊണ്ട്? സിദ്ദീഖ് എന്നത് സ്വന്തം പടച്ചോനോട് തന്നെയാണ് ആദ്യം വാസ്തവമാക്കേണ്ടത്. നേര് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരാൾ സിദ്ദീഖാവൂല. എപ്പോഴെങ്കിലും കളവ് പറഞ്ഞതുകൊണ്ട് ഒരാൾ സിദ്ദീഖാവാതിരിക്കൂല്ല. ചില സ്ഥലങ്ങളിൽ കളവ് ജായിസാവും, ഹത്താ യജിബു, ചിലപ്പോൾ വാജിബാവും. ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്യാം? എന്തെന്ന് കളവ് പറയാം എന്നല്ല, ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കളവ് പറയണം. ഒരു സംഘം ആളുകൾ ഒരു നിരപരാധിയെ ഓടിച്ചു, നിന്റെ വീട്ടിലേക്ക് നീ കയറ്റി. അപ്പോൾ അവർ പിന്നാലെ വന്നു. ഇവിടെ ഓടി വന്നല്ലോ ഒരാൾ. ഇവിടെയോ? ആര്? എന്ത്? അത് പറയൽ നിനക്കവിടെ വാജിബ. പറയേണ്ടി വരുന്നല്ല ഷാഹിലെ, പറയലവിടെ നിർബന്ധാണ്. എന്തിന്? ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കൽ മറ്റൊരു മനുഷ്യന് നിർബന്ധാണ്. ഒരിക്കൽ കളവ് പറഞ്ഞോ ഇതുകൊണ്ട് ഒരു സിദ്ദീഖാവാതിരിക്കൂല. ജീവിതം മുഴുവൻ സത്യം പറഞ്ഞുകൊണ്ട് ഒരാൾ സിദ്ദീഖോട്ട് ആവൂല്ല. സിദ്ദീഖ് ആദ്യമായി സിദ്ദീഖ് ചെയ്യേണ്ടത് ആരോടാണ്? സ്വന്തം ദൈവത്തോടാണ്. അതുകൊണ്ട് കാഫിർ ആരല്ല? സിദ്ദീഖല്ല, അമീനും അല്ല. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല. ഇതാണ് ആദ്യത്തെ അമാനത്ത്. ഈ അമാനത്ത് നിർവഹിക്കാത്തവൻ ആരല്ല? അമീനല്ല. എല്ലാ നിലക്കും അമീനാണ് മുഹമ്മദ്. മുഹമ്മദിൽ ഒരു കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫർ മുൻകടന്നിട്ടില്ല. സ്രഷ്ടാവിനോടും സൃഷ്ടിയോടും എല്ലാവരോടും അമാനത്ത് നിർവഹിച്ചവനാണ് ആര്? മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദ് മിനൽ അസലി ഇലൽ അബദ് എന്നും അമീനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്ന് റസൂൽ എന്ന് ദീനുണ്ടായി നബിക്ക് എന്ന ചോദ്യത്തിന് അർത്ഥേയില്ല. എന്നാ നബിയായത് ആദം മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിൽ കടന്നപ്പോഴും നബിക്ക് വേണ്ട സകല യോഗ്യതയും റസൂലിന് വേണ്ട സകല യോഗ്യതയും എന്നിൽ സന്നിവേശിച്ചിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. അല്ലാഹു തൗഫീഖ് തരട്ടെ. തല കൊടുത്ത് ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നത് തല കൊടുത്ത് ചിന്തിക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾ നബി പിന്നെ ഹാറഹിറായിൽ വെച്ച് ആണ് റസൂലായത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ കൽപ്പന വരുന്നത് എന്നേനർത്ഥമുള്ളൂ. മുതിർന്ന കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കരുത്? റസൂൽ എന്നും റസൂലാണ്, എന്നും റസൂലാണ്. മുഹമ്മദ് മുസ്തഫ എന്നും റസൂലാണ്. ഭൗമമണ്ഡലത്തിലേക്ക്, ഭൂമിക്ക് മുകളിലേക്ക് തൻ്റെ സന്ദേശം ഈ ഖുർആനിൽ ഉള്ളടങ്ങിയ 6000 ചില്ലാനം വചനങ്ങളിൽ ഉള്ളടങ്ങിയ സത്യങ്ങൾ എന്തോ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയൂല, നല്ല ഉഷാറിലിരിക്കണം. ഈ 6000 ചില്ലാനം ആയത്തുകളിൽ ഉള്ളടങ്ങിയത് എന്തോ ആ ഉള്ളടങ്ങിയതെല്ലാം ഒന്നാം ദിവസം നബിയിലുണ്ട്. ഏതൊന്നാം ദിവസം? യൗമ ഖൽഖിഹി. മനസ്സിലായില്ലേ? അവിടുത്തെ ഖൽഖ് എന്ന് തുടങ്ങുന്നു. ഇബ്തിദാഉൽ ഖൽഖ് അവ്വലുൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണോ നബിയെ പഠിച്ചത് അന്ന് 6000 ചില്ലാൻ ആയത്തും നബിയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അപ്പൊ നബിക്ക് ഒന്നും ആവശ്യമില്ല, കൽപ്പനക്കനുസരിച്ച് ചെയ്തു. നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിച്ചു. എന്നാൽ നിസ്കാരത്താൽ ഉണ്ടായിത്തീരേണ്ടത് എന്താ? നിസ്കാരത്താൽ ഉണ്ടായി ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാ. അത് നബിയിൽ നേരത്തെ ഉണ്ട്. നിങ്ങൾ ഉഷാറിലാണോ? നിങ്ങൾ ഉഷാറിലാണോ? അതല്ല ഉഷാറിലല്ലേ? നിങ്ങൾ ആദ്യം ഉഷാറിലാണോ അല്ലേ എന്ന് പറയും. നിസ്കാരം ചീത്തയെ തടയും. അപ്പം ചീത്തയെ വിരോധിക്കുക, ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി കൃത്യമാക്കുക, നന്നാക്കുക. ഇതാണല്ലോ നിസ്കാരത്തിൻ്റെ ആന്തരിക ബാധ്യത. ഈ കാര്യം നബിക്ക് നിസ്കാരം വന്നിട്ടുണ്ടായതല്ല, നേരത്തെ തന്നെ ഉണ്ട്. അപ്പം നിസ്കാരിതനാണ്, എന്നും നിസ്കരിക്കുന്നതാണ്. നിസ്കാരത്തിന്റെ ലാഭവും ഇല്ലാത്ത ഒരു സെക്കൻഡും ആ സൃഷ്ടിപ്പ് മുതൽ നബിയിലില്ല.
നോമ്പോ, നോമ്പ് ഇവിടെ പറഞ്ഞപ്പോ തുടങ്ങി. നോമ്പില്ലാത്തൊരു കാലവും നബിക്കില്ല. എന്തിനാ നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി. അപ്പൊ മുത്തഖീങ്ങളാകാൻ വേണ്ടി നമ്മോട് നോമ്പ് കൊടുക്കാൻ പറഞ്ഞു. നബിക്കോ മുത്തഖിയാവുക എന്നതിന്റെ സൂപ്പർലേറ്റീവ് പൊസിഷനിൽ അതെന്നോ ഉണ്ട്. പിന്നെയോ, പിന്നെ ഇവിടെ വന്ന് നബിയോട് കൽപ്പന പറഞ്ഞപ്പോൾ നോമ്പ് വെച്ചു. നേരത്തെയോ, നേരത്തെ തന്നെ നോമ്പുണ്ട്, ആ തഖ്വയുണ്ട്. ഹജ്ജോ ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്തിനാ ഹജ്ജ്? കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. ദിക്ർ, അള്ളാഹുവിനെ പറ്റിയുള്ള വിചാരം, ചിന്ത, ഓർമ്മ, ബോധം, ഇതാണ് ഹജ്ജിന്റെ സാരാംശം. അൽ ഹജ്ജു അൽ ഖസ്ദു, ഇത് നേരത്തെ നബിയിലുണ്ട്. സക്കാത്ത്, സക്കാത്ത് എന്താ? സക്കാത്ത് എന്നാൽ സഖാവത്ത് എന്ന ആശയത്തെ അബ്ദിൽ രൂഢമൂലമാക്കലാണ്. അതായത് ധർമ്മം കൊടുക്കുക. കാന അജ്വദന്നാസി ബിൽ ഖൈരി മിന റിയഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം കൊടുത്തവനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാം ഉണ്ട്, എന്നോ ഉണ്ട്, എന്നോ ഉണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ റസൂലിന് ആ പറഞ്ഞ വാക്കൊക്കെ ശരിക്കും കുട്ടികൾ മനസ്സിലാക്കണം. റസൂൽ അല്ലാത്തൊരു കാലം നബിക്കില്ല, നബി അല്ലാത്തൊരു കാലം ഇല്ല, സ്വാലി അല്ലാത്തൊരു കാലം ഇല്ല, മുത്തഖി അല്ലാത്തൊരു കാലം ഇല്ല. ഖുർആനിൽ എല്ലാം ഉണ്ട്. ആ ഖുർആൻ മൊത്തം നബിയിലുണ്ട്. എങ്ങനെയുണ്ട്? പ്രവൃത്തി പദത്തിൽ തന്നെ ഉണ്ട്. ഏതെങ്കിലും ആയത്ത് വന്നപ്പോൾ ഞാൻ അങ്ങനെയല്ലല്ലോ വിചാരിച്ച് എന്ന് പറയേണ്ട ഒരു ആവശ്യം നബിക്കില്ല.